വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നല്ല മസാല വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ്സിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്, ചൂട് കൂടാൻ പാടില്ല. ഇത് പൊങ്ങാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഇവിടെ അടച്ചു വെക്കാം. അപ്പോഴേക്ക് നമുക്കിതിൻ്റെ അരി റെഡിയാക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകിയെടുത്തതാണ്. ഇത് 4-5 മണിക്കൂർ കുതിർത്തിരുന്നു. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. 1 കപ്പോളം ചോറും ചേർക്കാം, വെള്ളച്ചോറാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആയതിനു ശേഷം നമുക്കിത് മിക്സിയുടെ ഒരു വലിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. പകുതിയായിട്ട് അരച്ചെടുക്കാം, മുഴുവൻ ഒന്നിച്ച് അരക്കാൻ കഴിയില്ല. ഇനി ഇതിലേക്ക് അരി അരക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മുഴുവൻ അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അല്പം വെള്ളമൊഴിച്ച് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഈ അരി ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 4-5 മണിക്കൂർ ഇതുപോലെ വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. 4-5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി വന്നോളും, ഈസ്റ്റ് ചേർത്തതല്ലേ. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് 4-5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പത്തിൻ്റെ ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായി ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ബൗളിൽ 1 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 കൈ നിറയെ മല്ലിയില കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് കട്ട് ചെയ്തിടാൻ പാടില്ല, ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇടണം. ക്യാരറ്റ് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. ഇനി ഇത് 4ഉം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച അരിമാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂൺ അരിമാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇളകി വരും. ഇനി ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് അടുത്ത അപ്പവും ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അപ്പം ഉണ്ടാക്കാൻ. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു അപ്പം റെഡിയായി കിട്ടും. വീണ്ടും അടച്ചു വെച്ച് ഇത് വേവിക്കാം. നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ മുഴുവൻ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.